കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് UDF സർക്കാരിന്റെ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുമ്പോഴും CPM-ഉം വിഷയത്തിൽ ഒരുപോലെ വെട്ടിലാണ്. മുൻ സർക്കാരിന്റെ കാലത്ത് പദ്ധതി നടപ്പിലാക്കാൻ ഒപ്പിട്ടു എന്നതാണ് CPM നേതാക്കളെ വെട്ടിലാക്കുന്ന കാര്യം. മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്ര കണ്ട് ക്യാപ്സ്യൂളുകൾ ഇറക്കിയിട്ടും ഒന്നും ശരിയാകാത്ത അവസ്ഥയാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ സ്കൂൾ നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഉത്തരമില്ലാതെ തടി തപ്പാൻ വഴി തേടിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾക്ക് ഇടയാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കില്ലെന്ന് കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നുവെന്നും സമഗ്ര ശിക്ഷയുടെ പണം വാങ്ങിയതിനെ PM ശ്രീയുടെ ഫണ്ട് വാങ്ങിയതായി ചിത്രീകരിക്കുകയാണെന്നും പറഞ്ഞ് കത്തിക്കയറിയ സ്വരാജിന് മുന്നിലേക്കാണ് മാധ്യമപ്രവർത്തകയായ CP അജിത ചോദ്യങ്ങൾ ഉയർത്തിയത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ അന്ന് ഭരിച്ച ഇടതു സർക്കാർ കാവ്യവൽക്കരണ ഭീതി തടയാൻ എന്ത് നടപടിയാണ് എടുത്തതെന്ന് മാധ്യമപ്രവർത്തക ഉന്നയിച്ചു. ചോദ്യത്തിന് മറുപടി പറയാൻ മടിച്ച സ്വരാജ് ചോദ്യം കൃത്യമായി മനസ്സിലായില്ലെന്ന വിധത്തിലാണ് മറുപടി പറഞ്ഞത്. ഇതോടെ വിശദീകരിച്ചു തന്നെ മാധ്യമപ്രവർത്തക ചോദ്യം ഉയർത്തി. SSK ഫണ്ടിന്റെ പേരിലാണെങ്കിലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കേരളം തീരുമാനിക്കുമ്പോൾ അന്ന് ഭരിച്ച ഇടത് സർക്കാർ ഈ കാവ്യവൽക്കരണം തടയാൻ എന്താണ് എടുത്തത്? അതാണ് എൻ്റെ ചോദ്യമെന്ന് അടിവരയിട്ട് പറഞ്ഞു. ഇപ്പോൾ ചോദ്യം ക്ലിയർ ആയെന്ന് പറഞ്ഞ സ്വരാജ് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന് വരും. ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിരോധമില്ലെന്നായിരുന്നു പറഞ്ഞത്. വാക്കുകളിൽ പിടിച്ച് മറുപടി നൽകരുതെന്നും വ്യക്തമായ ഉത്തരം വേണമെന്നും മാധ്യമപ്രവർത്തക ആവശ്യപ്പെട്ടതോടെ ചർച്ച തർക്കത്തിലേക്ക് വഴിമാറി. ചോദ്യത്തിന്റെ തുടക്കത്തിൽ മാധ്യമപ്രവർത്തക ഉപയോഗിച്ച പൊതുസമൂഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന എന്ന പ്രയോഗത്തിന്മേലാണ് തർക്കം തുടങ്ങിയത്. ഇല്ലാത്ത ഒരു കാര്യം ഇടതുപക്ഷം പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്ന രീതിയിൽ ചോദ്യത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്ന് സ്വരാജ് നിലപാടെടുത്തു. എന്നാൽ ഒരു വാക്കിൽ പിടിച്ച് വിശദീകരിക്കരുതെന്നും അപകടം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ന അർത്ഥത്തിലാണ് താൻ സംസാരിച്ചതെന്നും മാധ്യമപ്രവർത്തക വ്യക്തമാക്കി. പരസ്പര ബഹുമാനത്തോടെ മറുപടി കേൾക്കാൻ തയ്യാറാകണമെന്ന് സ്വരാജ് ആവശ്യപ്പെട്ടതോടെയാണ് ചർച്ചയുടെ അന്തരീക്ഷം മാറിയത്. ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നടത്തിയ തർക്കത്തിന് ശേഷം പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയല്ല ഒപ്പിട്ടത് എന്ന വിചിത്രവാദമാണ് സ്വരാജ് ഉയർത്തിയത്. ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല അന്ന് ഒപ്പിട്ടത് എന്ന വേറിട്ട മറുപടിയാണ് സ്വരാജ് നൽകിയത്. MOU ഒപ്പിട്ട ഉടനെ തുടർ നടപടികളിലേക്ക് കടക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ ഉടനടി അതിന് ഉദ്ദേശിക്കുന്നില്ലെന്ന മറുപടിയാണ് കേരളം നൽകിയത്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയും സംഘവും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിന് ലഭിക്കാനുള്ള SSK ഫണ്ട് തടഞ്ഞുവെക്കുമെന്ന് കൃത്യമായി മനസ്സിലായ ഘട്ടത്തിലാണ് കത്തു നൽകിയതും മറ്റ് പശ്ചാത്തലങ്ങളിലേക്ക് നീങ്ങിയതും. ഒരു ഘട്ടത്തിലും പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന നിലപാട് CPM-ഓ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സ്വരാജ് വ്യക്തമാക്കി. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിക്ക് പോലും ബോധ്യം വരാത്തതുകൊണ്ടാണ് സർക്കാരിന് പിന്മാറേണ്ടി വന്നതെന്ന് മാധ്യമപ്രവർത്തക ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പഴയ കാര്യമാണെന്നും താൻ ക്ഷമയോടെയാണ് ചോദ്യങ്ങൾ കേൾക്കുന്നതെന്നും സ്വരാജ് മറുപടി പറഞ്ഞു. ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് വേണ്ടതെന്ന് മാധ്യമപ്രവർത്തക പറഞ്ഞു. വ്യക്തത എന്നത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കുമെന്നും ചർച്ച ചെയ്യാൻ തനിക്ക് ആവശ്യത്തിന് സമയമുണ്ടെന്നും സ്വരാജ് പറഞ്ഞു. മാധ്യമപ്രവർത്തകയ്ക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മുൻവിധിയും നിലപാടുമുണ്ടെന്നും തന്റെ നിലപാടിലേക്ക് സ്വരാജ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് നടപ്പുള്ള കാര്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങൾ തമ്മിൽ രണ്ട് നിലപാടാണെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരം മുട്ടിയ ചോദ്യത്തിന് M. സ്വരാജ് വിരാമമിട്ടത്.